നമസ്കാരം കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലേ? എന്നിവിടെ പിന്നെ അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോയാലോ? ഇന്ന് നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും ആഴമേറിയ, വളരെ സത്യസന്ധമായ, ഏറ്റവും പുരാതനമായ, എന്നാൽ ഏറ്റവും ആവേശകരവുമായ ഒരു സത്യത്തെക്കുറിച്ചാണ്. അത് യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പുരാതനത്വമെന്നോ പൂർവാസ്തിത്വമെന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒരു പാഠത്തിലേക്കാണ്. നമ്മുടെ എല്ലാം ചിന്ത യേശുക്രിസ്തുവിന്റെ കഥ തുടങ്ങുന്നത് യേശുക്രിസ്തു ബേത്ലഹേമിൽ മനുഷ്യരായി പിറന്ന ആ നിമിഷമുള്ള കഥയാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ബേത്ലഹേമിൽ സംഭവിച്ചത് യേശുക്രിസ്തുവിന്റെ തുടക്കമല്ല, മറിച്ച് നിത്യനായ ദൈവം മനുഷ്യനായി അവതരിച്ച, ഇൻകാർണേറ്റ് ചെയ്ത നിമിഷമാണ്. ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പലതരത്തിലുള്ള പഠനങ്ങളുണ്ടെങ്കിലും പ്രധാനമായി യോഹന്നാനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ജോഹാനിക് തോട്ട്, അതിൽ യോഹാനിക ചിന്താഗതി എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാൻ തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് വചനത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ദൈവത്തോടുള്ള സഹവാസത്തെക്കുറിച്ചാണ്, കോ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് അവിടെ നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ വചനം ദൈവത്തിന് കൂടെയായിരുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പുരാതനത്വത്തിൽ പറഞ്ഞു തുടങ്ങിയാണ് യോഹന്നാൻ ആ സുവിശേഷം ആരംഭിക്കുന്നത്. പിന്നീടുള്ള വാക്യങ്ങളിലൊക്കെ അത് നമുക്ക് വളരെ പ്രസക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ വചനം എന്ന പദത്തിന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം, വാക്ക് ലോഗോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. എന്താണ് ഗ്രീക്ക് ഫിലോസഫിയിൽ ലോഗോസിനുള്ള സ്ഥാനം? അവന്റെ അകത്തുള്ള ചിന്ത, ഒരുത്തന്റെ ആന്തരിക ചിന്ത, ഇൻവേർഡ് തോട്ട്സ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പൊതുവെ ലോഗോസ്, അക്കാലത്ത് ഗ്രീക്കിൽ ചിന്തകൾക്ക് ലോഗോസ് എന്നാൽ പ്രപഞ്ചത്തെ ക്രമീകരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായിരുന്നു. എന്നാൽ യോഹന്നാൻ അവരോട് തിരുത്തി പറഞ്ഞു, കേവലം അതൊരു അദൃശ്യ ശക്തിയല്ല, മറിച്ച് അതൊരു വെറും തത്വമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് യേശുക്രിസ്തു. അകത്തുള്ള ചിന്ത, ഇൻവേർഡ് തോട്ട്സ് ആൻഡ് ഔട്ട്വേർഡ് സ്പീച്ച്, ഇതാണ് ലോഗോസ്. ലോഗോസിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയായിരുന്നു അവരുടെ രീതിയിലുള്ള ചിന്ത. സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തി. ആ ശക്തി അല്ലാതെ വ്യക്തിയാണ്, അത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ് യോഹന്നാൻ ആരംഭിക്കുകയാണ്. ഗ്രീക്ക് ഫിലോസഫിയിൽ വളരെ പ്രധാനപ്പെട്ട കുറെ ചിന്തകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റോ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അരിസ്റ്റോട്ടൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഒരു ചിന്ത വാക്കായി പുറത്തു വരുന്നത് പോലെ പിതാവായ ദൈവത്തിന്റെ ഹൃദയവും ചിന്തയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ മൊഴിയാണ് യേശുക്രിസ്തു. പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുൻപേ സമയത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറവും യേശുക്രിസ്തു ഉണ്ടായിരുന്നു. അതായത് ലോഗോസ് ചിന്താഗതി. ഇനിയും പഴയ നിയമത്തിലെ ചില ചിന്തകളിലേക്ക് പോകാം നമുക്ക്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തു എന്ന പേര് നേരിട്ട് കാണുന്നില്ലെങ്കിലും അവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത് നോക്കൂ, 1:26 അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഇവിടെ നമുക്ക് എന്ന ബഹുവചനം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ ദൈവത്തിലുടനീളം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവ ത്രിത്വത്തെയാണ് സത്യത്തിൽ ആ പദങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ബഹുവചനമായിട്ടാണ് അത് ഉപയോഗിച്ച് കാണുന്നത്, ട്രിനിറ്റിയെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പഴയ ബന്ധം ചില നിർണായക ഘട്ടങ്ങളിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ക്രിസ്റ്റോഫനി എന്ന് പറയുന്ന പദം. അങ്ങനെയാണ് ക്രിസ്റ്റോഫനി എന്നാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് വേദ പണ്ഡിതാക്കന്മാരുടെ പഠനവും അഭിപ്രായവും. ദാനിയേൽ പ്രവചനം 3:25 വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ടല്ലോ, തീച്ചുളയിൽ എറിയപ്പെട്ട 3 യുവാക്കൾക്കൊപ്പം നാനാമതൊരുത്തനെ കാണുന്നു, അവരെ ദൈവപുത്രനോട് തിരിക്കുമെന്ന് പറഞ്ഞ പദമുണ്ടല്ലോ. അത് ശരിക്കും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് ആ തീച്ചുളയിൽ. 2, ഗിദെയോനും മോശയ്ക്കും പ്രത്യക്ഷപ്പെട്ടില്ലേ? പെട്ടെന്ന് കാണാതായില്ലേ അവസാനം? അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടില്ലേ? 3 പേരിൽ ഒരാൾ. ഈ പ്രത്യക്ഷതയിലെല്ലാം യേശുക്രിസ്തു ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ 12-14 വാക്യങ്ങൾ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഇനി ദാനിയേൽ പ്രവചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ ദർശനത്തിൽ കണ്ട മനുഷ്യപുത്രൻ അത് ക്രിസ്തുവായിരുന്നു.
അപ്പോൾ പഴയ നിയമത്തിൽ യേശുക്രിസ്തു പ്രവർത്തിച്ചിരുന്നു. അതൊരു ക്രിസ്റ്റോഫരി എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവയെല്ലാം ബേത്ലഹേമിന് മുൻപേ യേശു പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. ഇനിയും അടുത്തത് അവന്റെ സ്വരൂപം, ദൈവത്തിനോടുള്ള സമത്വം. അത് കഴിഞ്ഞിട്ട് അവൻ അവരെ തന്നെ ശൂന്യമാക്കിയത്. മോർഫെ ആൻഡ് കൈനോസിസ്, ദൈവത്തോടുള്ള സമത്വവും അവൻ അവനെ തന്നെ ശൂന്യമാക്കിയത്. മോർഫെ ആൻഡ് കൈനോസിസ്. ഫിലിപ്പിയർ 2:6 പറയുന്ന ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നുണ്ട്. ആ പദം മോർഫെ എന്ന് പറയുന്ന പദം നമ്മുടെ മനപ്പാഠ വാക്യവും അത് തന്നെയാണ്. 2:6-7 വാക്യങ്ങളാണ്. അവൻ ദൈവരൂപത്തിലിരിക്കുകയും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തുടങ്ങി. അതാണ് കാണുന്ന വേദവായന ഭാഗവും. ഓക്കെ, ഈ പദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശു ബാഹ്യരൂപത്തിൽ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ സത്തയിലും ആ എസൻസിലും പൂർണ്ണ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നവൻ, ഈക്വൽ ടു ഗാഡ്. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ശൂന്യമാക്കി, ഒഴിച്ചു. ആ ദൈവത്വം ഒന്ന് ഒഴിച്ചു. അതിന് കെനോസിസ് എന്നാണ് പദം ഉപയോഗിച്ചിരിക്കുന്നത്. കെനോസിസ് തിയറി എന്നൊക്കെ വേദശാസ്ത്രത്തിൽ അതിന് ഉപയോഗിക്കും. ഇതെന്താ ആലോചിച്ച് നോക്കൂ. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച്, ലോകത്തെ മുഴുവനും നിർമ്മിച്ച്, ലോകത്തെ മുഴുവനും താങ്ങി നിർത്തുന്ന ആ വലിയ ദൈവം കൊലോസ്യ ലേഖനം 1:17 കാണുന്നുണ്ട്. പരിമിതികളുള്ള ഒരു മനുഷ്യനായി, ഒരു കുഞ്ഞായി ഭൂമിയിൽ പിറക്കുകയാണ്. അവൻ ദൈവത്വം ഉപേക്ഷിച്ചതല്ല, മറിച്ച് തന്റെ മഹത്വം ഒന്ന് മാറ്റിവെച്ച്. എന്തിനു വേണ്ടിയാണ്? നാളെ നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടി. ഇനിയും യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസിനെ കുറിച്ച്, പൂർവാസത്തെ കുറിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞ പല പദപ്രയോഗങ്ങളുണ്ട്, ചില വാചകങ്ങളുണ്ട്. യോഹന്നാൻ 8:58 പറയുന്നു, യേശുക്രിസ്തു തന്നെ പറയുകയാണ്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ ഉണ്ട്. യോഹന്നാൻ 10:30 പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. വെളിപ്പാട് പുസ്തകം 1:8 ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വാക്കുകൾക്കുള്ള പ്രസക്തി എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ തനിച്ചല്ല. നമ്മൾ ആരാധിക്കുന്ന മരിച്ചുപോയ ഒരു ചരിത്ര പുരുഷനെയല്ല, മറിച്ച് കാലത്തിനും സമയത്തിനും മുൻപേ ഉണ്ടായിരുന്ന ഇന്നും ജീവിക്കുന്ന നിത്യനായ രക്ഷകനായ യേശുക്രിസ്തുവിനെയാണ്. ഒന്ന്, നിങ്ങൾ തനിച്ചല്ല. പ്രപഞ്ചത്തെ മുഴുവനും താങ്ങി നിർത്തുന്ന അതേ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തെയും താങ്ങാൻ കഴിയുമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും സുരക്ഷിതമായ രക്ഷ. ഒരു സാധാരണ മനുഷ്യന് നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ കഴിയുകയില്ല, പരിഹരിക്കാൻ കഴിയുകയില്ല. നിത്യനായ ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ ഉറപ്പാണ് ക്രിസ്തീയ ജീവിതം. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ കണ്ടതൊരു തുടക്കമല്ല, മറിച്ച് നിത്യത സമയത്തിലേക്ക് നടന്നു കയറിയ അത്ഭുതമാണ്. ആ വലിയ ദൈവത്തെ നമുക്ക് ഭക്തിയോട് ആരാധിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്താൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ 1:1-18 വരെ, കൊലോസ്യർ 1:15-20 വരെ, ഫിലിപ്പിയർ 2:5-11 വരെ ഈ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ലോഗോസ് ചിന്തയുടെ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോഗോസിനെ കുറിച്ച് പറഞ്ഞ ഒരുത്തന്റെ ആന്തരിക ചിന്തയാണ് ലോഗോസ്. വാക്കുകളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ചിന്തയാണ് ലോഗോസ്. ഇതൊക്കെ പറഞ്ഞു. അത് ദൈവമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്ത് യോഹന്നാൻ 1:1-18 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് ക്രിസ്തുവിന്റെ ഈ പൂർവാസ്തിത്വം ഒന്ന് വിവരിക്കണം. എന്താണ് ലോഗോസ് ചിന്താഗതി? ഇതായിരുന്നു ഗ്രീക്ക് ഫിലോസഫീസിന്റെ കൂട്ടത്തിൽ ഈ കാര്യം പറഞ്ഞിരുന്നത്. എഫസോസ് ആണ് ഇതിന്റെ തുടക്കം. ഹീരാക്ലിറ്റസ് ആണ് ഈ ലോഗോസ് ചിന്തയുടെ ഉപജ്ഞാതാവ്. എഫസോസിലാണ് തുടങ്ങിയത്. പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ, സകലത്തിനും ക്രമം നൽകുന്ന ഒരു തത്വം. കേവലം തത്വമല്ല, അതൊരു വ്യക്തിയാണ്. അത് യേശുക്രിസ്തുവാണെന്ന് പിന്നീട് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നിത്യനായവൻ, ആദിയില്ലാത്തവൻ, അന്തമില്ലാത്തവൻ, അവൻ നമ്മുടെ രക്ഷകനായി, നമ്മുടെ ദൈവമായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആ ദൈവത്തെ നമുക്ക് സേവിക്കാം, ആരാധിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് മക്കൾ ഇപ്പൊ നിർത്തട്ടെ. നിങ്ങൾ വിറ്റയും പഠിക്കണം നയിക്കട്ടോ. പാഠപുസ്തകങ്ങൾ നോക്കണേ, പുസ്തകങ്ങൾ കയ്യിലുള്ളവരെ അല്ലേ. എല്ലാ ശിവവും ദൈവം നിങ്ങളെ ഗ്രഹിക്കുമാറാകും.